അന്ന് ഞാനും എം കെ രാഘവട്ടനൊക്കെ ഉന്നയിച്ച സമയത്താണ് പറയുന്നത്, സാമ്പത്തികത്തിൻ്റെ എന്ത് കാര്യവും കർണാടക ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹം അന്നേ നൽകിയതാണ്. അപ്പം അതുകൊണ്ട് അവരെന്തായാലും ഡ്രഡ്ജിങ് മിഷൻ അവർ ഒരാഴ്ച വേണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ ആളുകൾ പറഞ്ഞു ഒരാഴ്ച ഒന്നും കഴിയില്ല, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, മറ്റന്നാൾ തന്നെ എത്തിക്കാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു മൺഡേ ഞങ്ങൾ എന്തായാലും ഡ്രഡ്ജിങ് മിഷൻ ഇവിടെ എത്തിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ഇത്? കരമാർഗമോ അതോ പുഴയിലൂടെയോ? കടൽമാർഗം മാത്രം പറ്റുള്ളൂ. അതല്ലാതെ പ്രതിസന്ധി ഈ ഗംഗാവാലി പുഴയുടെ മുകളിലും താഴെയും 2 പാലങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് തടസ്സമായി വരുമോ? അത് എങ്ങനെ മറികടക്കുമെന്നാണ്? ആ 2 പാലങ്ങളുടെ കാര്യം, പിന്നെ കൊങ്കൺ ബ്രിഡ്ജും അതോടൊപ്പം ഗംഗാവലി പാലത്തിന്റെ കാര്യം ആ യോഗത്തിൽ ദീർഘസമയം നടന്ന യോഗമായിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അത് ആ കമ്പനിയുടെ ആളുകൾ അത് മറികടക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഇനി ടെക്നിക്കലായി കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ മുഴുവനും നീക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കമ്പനിയിൽ നിന്ന് ഈ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തതും അതിൻ്റെ അഡ്വാൻസ് അടക്കം ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ സ്പോട്ടിൽ അവർക്ക് കൈമാറി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഈ പണം 50 ലക്ഷം രൂപ എവിടുന്നൊക്കെയാണ്? തിങ്കളാഴ്ച അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തെരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിയാണോ? ഒരിക്കലുമില്ല. ഇന്നിപ്പോൾ ഈശ്വര മേൽപ്പ ഒരു 3 കയറ് വെച്ച് 3 ട്രാക്കിലൂടെയുള്ള ഒരു തെരച്ചിൽ ഇവിടെ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം. 3 ട്രാക്കിലൂടെ 3 പേര് കയറ് കെട്ടിയിട്ടുള്ള പ്രത്യേക ലൊക്കേഷൻ, ഈ നമ്മൾ പറഞ്ഞ സ്ഥലത്തുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ അവസാനിപ്പിക്കുന്നവർ നടത്തുന്നതാണ്. നാളെ ഇന്ന് നടത്തുന്നുണ്ട്, അവരിപ്പോൾ ഇറങ്ങി. അപ്പോൾ അതിനിടയിൽ നാളത്തെ ഒരു പ്രശ്നം എന്നറിയുന്നത്, നാളെ എല്ലാവരും നേവി എല്ലാവരും പെരേഡും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. മറ്റന്നാളും തെരച്ചിൽ നിർത്തുമെന്നുള്ള കാര്യമൊന്നും അവരങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല. തെരച്ചിൽ എല്ലാ രീതിയിലും നടത്തും. നാളെ തെരച്ചിലുണ്ടാവില്ല. ഡ്രഡ്ജിങ് മെഷീൻ എന്തായാലും പിന്നെ തിങ്കളാഴ്ച എത്തിയോട് കൂടിയിട്ട് 100% ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം നിലക്കാണ് ഈ 50 ലക്ഷത്തോളം ചെലവ് വരുന്ന ഈ ഭാരിച്ചൊരു ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ട് പൂർണ്ണമായും അവരുടെ ഫണ്ടിൽ നിന്നാണോ? ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണോ? ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ്. അപ്പോഴാണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം വരുന്നതാണ് ഡ്രഡ്ജർ സംവിധാനം അങ്ങോട്ടേക്ക് എത്തിക്കാൻ. അത്